നമസ്കാരം. ഇന്നലെ ജൂലൈ 11 റോമൻ കത്തോലിക്ക സമൂഹം വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാളായി ആഘോഷിച്ചു. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മെഡൽ പതിപ്പിച്ചിരിക്കുന്ന കുരിശോ ഇല്ലാത്ത കത്തോലിക്ക ഭവനങ്ങൾ ഇന്ന് വിരളമാണ്. പൈശാചിക ശക്തികൾക്കെതിരെയുള്ള ശക്തമായ ആയുധമായാണ് സഭാവിശുദ്ധൻ്റെ മെഡലിനെ എപ്പോഴും നോക്കിക്കാണുന്നത്. സത്യത്തിൽ എന്താണ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കാശുരൂപത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ? എന്താണ് അവയുടെ അർത്ഥങ്ങൾ? ഓരോ ഭാഗവും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതിനെക്കുറിച്ചാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യാൻ പോകുന്നത്. 30-ലേറെ മാർപ്പാപ്പമാരെയും ആയിരക്കണക്കിന് വിശുദ്ധരെയും തിരുസഭയ്ക്ക് പ്രദാനം ചെയ്ത് കീർത്തി ആർജിച്ച ബെനഡിക്റ്റൻ സന്യാസ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ ബെനഡിക്റ്റ്. ഇറ്റലിയിലെ നൂർസിയായിൽ AD 480 ജനിച്ച അദ്ദേഹം ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ കുരിശിനോട് അത്യഗാധമായ ഭക്തി പുലർത്തിയിരുന്നു. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ രക്ഷയുടെ ചിഹ്നമായ വിശുദ്ധ കുരിശിനോട് അത്യന്തം ആദരവുണ്ടായിരിക്കുവാനും മനുഷ്യരക്ഷയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ത്രിവിധ ശത്രുക്കൾ ലോകം, പിശാച്, ശരീരം എന്നിവയോട് പോരാടുന്നതിനും കുരിശിൻ്റെ ഉപയോഗത്തിൽ അഭയം ഗമിക്കുന്നതിനും തൻ്റെ അനുയായികളെ അദ്ദേഹം പഠിപ്പിച്ചു. കത്തോലിക്ക തിരുസഭയിൽ ഉപയോഗിക്കുന്ന മെഡലുകളിൽ വെച്ച് ഏറ്റവും പുരാതനവും ഏറ്റവും ശ്രേഷ്ഠവുമായ ഒന്നാണ് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മെഡൽ. ഇതിൻ്റെ ഒരു വശത്ത് ആലേഖനം ചെയ്തിരിക്കുന്ന വിശുദ്ധ കുരിശാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ മെഡൽ ഭക്തിപൂർവ്വം ധരിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ അനുഭവഭേദ്യമാകുന്ന ശക്തിയും ആശ്വാസവും ദൈവസഹായവും അത്ഭുതാവഹമാണ്. ഈ കാരണത്താലാണ് ഈ മെഡൽ ലോകമെമ്പാടുമുള്ള ശുശ്രൂഷകളിൽ വ്യാപകമാകുകയും കൂദാശാനുകരണങ്ങളിൽ പ്രത്യേകമായി വിലമതിക്കപ്പെടുകയും ചെയ്യുന്നത്. മെഡലിൻ്റെ മുൻവശം പ്രതിനിധീകരിക്കുന്നത് ഒരു കൈയിൽ വിശുദ്ധ കുരിശും മറുകൈയിൽ വിശുദ്ധ നിയമവും വഹിച്ചു നിൽക്കുന്ന വിശുദ്ധ ബെനഡിക്റ്റിനെ തന്നെയാണ്. വിശുദ്ധൻ്റെ പാദത്തിന് കീഴിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാചകമുണ്ട്. അത് ഞാൻ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഇതിൻ്റെ അർത്ഥം 1880 കാസിനോ മലയിൽ നിന്ന് ലഭിച്ചത് എന്നാണ്. മെഡലിൻ്റെ മാർജിനിനുള്ളിലായി കൊത്തിയിരിക്കുന്ന മറ്റൊരു വാചകമുണ്ട്. ഇതർത്ഥമാക്കുന്നത് നമ്മുടെ മരണവിനാഴികയിൽ അവൻ്റെ കുരിശിൽ മരിച്ചവൻ്റെ സാന്നിധ്യം നമ്മെ സംരക്ഷിക്കട്ടെ എന്നാണ്. ഇങ്ങനെ പോകുന്നു വിശുദ്ധ ബെനഡിക്റ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ.